ഹായ്, ഞാനൊന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി എൻ്റെ ഐലൈനർ കുപ്പി എടുത്തതാണ്. തുറന്നു, പക്ഷെ ഇവൻ ഓടി വരുന്ന കണ്ടപ്പോൾ ഞാനത് എന്ത് ചെയ്ത് വീണ്ടും അടച്ച്. എന്താ ചെയ്യണമെന്ന് വെച്ച് ചെയ്യട്ടെ, ചെയ്ത് കഴിയുമ്പോൾ പോലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇവൻ പോണ ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ എന്നിട്ട് ഐലൈനർ കുപ്പി തുറന്ന് ഞാൻ കണ്ണെഴുതാൻ തുടങ്ങി. എനിക്ക് പുറത്ത് പോകുമ്പോൾ ആകെപ്പാട് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് കണ്ണെഴുത്ത്. അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് എഴുതും വേണം. പക്ഷെ എൻ്റെ കുട്ടി സമ്മതിക്കുന്നില്ല. കണ്ട, ഇതാണ് എൻ്റെ കുട്ടി ചെയ്യുന്ന അക്രമം. ഞാനും കുറേ നേരം നോക്കി, പക്ഷെ കോമാഞ്ഞു പോകുന്നു. അവൻ്റെ മുഖം പോയി എൻ്റെ തോളത്ത് തുടയ്ക്കുക. അപ്പം ഞാൻ വിചാരിച്ചു തുടച്ചിലിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. എവിടെ ഇറങ്ങിപ്പോകുന്നേ? ഇതാ വീണ്ടും കയറി ആ ഇലിനറില്ലേ അത് കഴിക്കാൻ നോക്കുന്നത് ഞാൻ തട്ടുന്നുണ്ട്, രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ക്ഷമ ഒരു ബദാം എടുത്ത് കൊടുത്ത്. അപ്പം അതും കൊണ്ട് ആളോടി കയറിപ്പോയി അവിടെ പോയിരുന്ന് കഴിച്ച്. അപ്പം ഞാൻ വേഗം കണ്ണ് കയറി സുന്ദരിയായി എൻ്റെ ഒരു ചിന്താഗതി. എന്നിട്ട് ഒരുത്തി അവിടെ ഇരിക്കുന്നുണ്ട്. അവളടുത്ത് ഞാൻ എന്ന് കാണിച്ചപ്പോൾ വേണ്ട. അങ്ങനെ ഞാൻ പോകുന്ന വണ്ടി ഇതെടുത്തില്ല. അമ്മേനും മോളെയും വഴിയിൽ കാത്തുനിന്ന് അവരോട് കൂടെ അങ്ങനെ തറവാട്ടമ്പലത്തിലെത്തി. തറവാട്ടമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെക്കൻ്റെ തറവാട്ടമ്പലമാണ്. ഇത് കായംകുളം ഭാഗമാണ്. ഞാൻ 1 വർഷത്തിന് ശേഷമാണ് ഈ അമ്പലത്തിലേക്ക് വീണ്ടും പോകുന്നത്. അങ്ങനെ ചിന്തിക്കണ്ട. അവരില്ലാത്ത കാരണം എനിക്കിപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷെ പോകേണ്ട അവസ്ഥയിൽ വന്നാൽ നമുക്ക് പോകണമല്ലോ. അങ്ങനെ പോയി ചേച്ചി അവിടെ കാല് കഴുകാണ്. അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നി ഒന്ന് വീഡിയോ പിടിച്ചാലോ എന്നാ. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഇച്ചിരി നേരം നിന്ന് അവിടെ ആ കോപ്രായങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തിരുവാതിരക്കളി ഉണ്ടായിരുന്നേ, കാണാനായിട്ട് ഞാൻ പോയതാണ്. അടുത്ത മാസം കാർത്തിക ഉത്സവമുണ്ട്, അതിന് കളിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അവിടെ കാണാൻ പോയി എന്നെ പിടിച്ച് അവർ കളിക്കാൻ നിർത്തി. ഡാൻസ് എന്ന് വെച്ചാൽ എൻ്റെ ഹാർട്ടാണ്. എന്നാൽ കൂടാന്ന് വെച്ചാൽ അവരെ ഒപ്പം 2 സ്റ്റെപ്പൊക്കെ ഡാൻസിട്ട് അങ്ങനെ നിന്ന് 3/4 മണിക്കൂർ അവിടെ കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ വിടാനുള്ള ശ്രമമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നല്ല വെള്ളം ദാഹങ്ങളൊക്കെ വന്ന് ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങിയതല്ലേ എന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് നേരെ ഒരു ബേക്കറിയിൽ കയറി ഒരു ലിച്ചി വാങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടം ലിച്ചി. അത് വാങ്ങി കുടിച്ച് ഞങ്ങൾ 3 പേരും കൂടി നടക്കുകയാണ്. ഒരു ഓട്ടോറിക്ഷ മുതൽ കിട്ടിയില്ല, കുട്ടിക്ക് വാങ്ങി കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടക്കണം. അവരെ ശരിയല്ലോ നടന്ന് ഇതാണ് ഈ കായംകുളം റോഡാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കാണിക്കാൻ വിചാരിച്ചേ. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് എൻ്റെ വീട്ടിലെത്തി. ഇത് ഉപ്പുമാവും പഴവും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. ഞാൻ വന്നു കഴിഞ്ഞ് എനിക്ക് മടി ഇതൊക്കെ ചെയ്യാൻ. അങ്ങനെ ഞാൻ വന്ന് കഴിച്ചു. ഇത്രയേ ഉള്ളൂ.